പ്രഫുല്ലിനുള്ള ആത്മവിശ്വാസം മോദിയുടെ ഗ്യാരണ്ടിയാണ്, വടകരയുടെ സാധ്യതയാണ്. പൗരത്വമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ടെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രഫുല്ലിന്റെ സാധ്യതയെ ബാധിക്കില്ല എന്നതാണ് പ്രഫുല്ലിന്റെ റീഡിംഗ്. ഒരിക്കലുമില്ല. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്നുള്ളത് വടകരയിലെ വോട്ടർമാർക്ക് അറിയാം. നമുക്ക് 1 മണിക്കൂറും 15 മിനിറ്റും എടുത്തിരുന്നു അഴിയൂരിൽ നിന്ന് മുഴപ്പിലങ്ങാടെത്താൻ. പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കൂടിയായിരുന്നു. ഇത്രയും ട്രാഫിക് റാഷുള്ള ഒരു മണ്ഡലം വേറെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് എത്തുന്ന സമയം അതിനോട് പോയിട്ടുണ്ടോ? 16 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. എന്നുവെച്ചാൽ 1 മണിക്കൂറാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. പക്ഷെ അതിന് LDF പ്രചരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൂടി അതിനകത്ത് ഭൂമി ഏറ്റെടുത്തു, 5600 കോടി രൂപ കൊടുത്തിട്ടാണ് ഇത് സാധ്യത. 65,000 കോടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ. അതെ, അത് ഭൂമി ഏറ്റെടുക്കലിന്റെ 25%. അത് തന്നെ പല പദ്ധതികളിലും ഭൂമി ഏറ്റെടുക്കാൻ പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ചെലവാക്കാൻ പൈസ ഇല്ല. ഇതിന് ചെലവാക്കാൻ പൈസ ഇല്ല. വേറെ പലതിനും ചെലവാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇഷ്ടംപോലെ ലക്ഷങ്ങളും കോടികളും. അപ്പോൾ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നല്ല ചായ ആയിരുന്നു. അപ്പോൾ വടകരയുടെ ഈ ചായയുടെ രുചി പോലെ തെരഞ്ഞെടുപ്പിന്റെ ഫലവും താങ്കൾക്ക് രുചികരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മോഡിഫൈഡ് വടകര, അതാണ് പ്രഫുല്ലിന്റെ ഗ്യാരണ്ടി. പ്രഫുല്ല് സാധാരണ രാഷ്ട്രീയം വിട്ടാലേ പ്രധാനപ്പെട്ട ഹോബി എന്താ? ഞാൻ എൻ്റെ ഹോബി എന്ന് പറയുന്നത് വായനയുണ്ട്. ഈ പലരും സിനിമയൊക്കെ കാണും. ഞാൻ സിനിമ പൊതുവെ കാണുന്നത് കുറവാണ്. സിനിമ കാരണം ഒന്നാമത്തെ സമയം കിട്ടാറില്ല. ഏതായാലും സംഘടനാ പ്രവർത്തനത്തിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. നന്നായി യാത്ര ചെയ്യും. ഋഷികേശ്, ഹരിദ്വാറൊക്കെ എല്ലായിടത്തും പോയിട്ടുണ്ട്. ചാർധാമിലും പോയിട്ടുണ്ട്. യാത്ര ചെയ്തൊരു ചെറുപ്പക്കാരനാണ്, പ്രത്യേക സന്തോഷമുണ്ട്. കാശിയിലൊക്കെ ഒത്തിരി തവണ പോയിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് ആണ് ആ യാത്രകൾ നന്നായി ആസ്വദിക്കും. കൂടുതൽ നല്ല യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത, എവിടെ പോയാലും BJP-യുടെ നല്ല ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ദേശീയ തലത്തിലായതുകൊണ്ട് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അതെ. താങ്ക് യു പ്രഫുൽ. ശരി, ഇനി യാത്ര പോകുമ്പോൾ അരുണ കൂടി കൂട്ടാം. തീർച്ചയായിട്ടും നല്ല രസകരമായ യാത്ര. വർത്തമാനങ്ങളൊക്കെ പറഞ്ഞും തർക്കിച്ചൊക്കെ പോവാം. ഞങ്ങളൊക്കെ നല്ല ഡിബേറ്റിൽ ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നവരാണ്, പക്ഷെ നല്ല സുഹൃത്തുക്കളുമാണ്. താങ്ക് യു പ്രഫുൽ. ഓക്കെ. ഗ്രേറ്റ്. അപ്പോൾ